പ്രൊഫൈൽ വരയ്ക്കുന്നതിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Draw a KM profile of a knife edge follower using the following data. ഒന്ന് outstroke with a simple harmonic motion 120 degree, then outward dwell 60 degree. Dwell period ഈ ഫോളോവർ ക്യാം റൊട്ടേറ്റ് ചെയ്യുമെങ്കിലും ഫോളോവർ റെസ്റ്റിലായിരിക്കും. ഇത് റിട്ടേൺ സ്ട്രോക്ക് 120 degree with a simple harmonic motion. Dwell for the remaining period of rotation. എന്ന് വെച്ചാൽ ക്യാമിൻ്റെ ഓവർ റൊട്ടേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം 120 240 60 300, ബാക്കി 60 ഡിഗ്രിയിൽ അത് ഡ്വൽ പീരീഡാണ്. അപ്പം ഇത് സ്ട്രോക്ക് ഓഫ് ലിഫ്റ്റ് ഓഫ് ദി ഫോളോവർ, അതായത് ഇതിൻ്റെ മാക്സിമം ലിഫ്റ്റ്, ഫോളോവറിൻ്റെ മാക്സിമം ലിഫ്റ്റ് എന്ന് വെച്ചാൽ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള ആ ലിഫ്റ്റ്, ടോട്ടൽ ലിഫ്റ്റ് എന്ന് പറയുന്നത് 60 mm ആണ്. പിന്നെ മിനിമം റേഡിയസ് ഓഫ് ദി ക്യാം 50 mm ആണ്. അപ്പോൾ ഇത്രയും ഡാറ്റ വെച്ചിട്ടാണ് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ക്യാം പ്രൊഫൈൽ വരയ്ക്കാൻ. ഇപ്പോൾ ഏത് ക്യാം പ്രൊഫൈലായാലും നമ്മൾ ആദ്യം അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എന്ന് വെച്ചാൽ, ക്യാം ഒരു പർട്ടിക്കുലർ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ ഫോളോവർ എത്രമാത്രം മൂവ് ചെയ്യുന്നു, ആ ഒരു റിലേഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു എക്സ് ആക്സിസ് വരയ്ക്കും. ആ എക്സ് ആക്സിൽ ഈ പറയുന്ന ആംഗിൾസ് മാർക്ക് ചെയ്യും. ഈ ഔട്ട് സ്ട്രോക്ക് ആംഗിൾ, ഡൊൽ ആംഗിൾ, റിട്ടേൺ സ്ട്രോക്ക് ആംഗിൾ. പക്ഷേ ഇതൊരു സ്കെയിലെടുത്താണ് ഈ വരയ്ക്കുന്നത്. ഇത് ഡിഗ്രിയിലാണ്. ഡിഗ്രിയെ നമ്മൾ സ്കെയിൽ വരയ്ക്കാൻ വേണ്ടി നമ്മൾ സെൻറ്റിമീറ്ററിലോട്ടോ മില്ലിമീറ്ററിലോട്ടോ കൺവേർട്ട് ചെയ്ത് ഒരു സൂട്ടബിൾ സ്കെയിൽ എടുത്തിട്ട് നമ്മൾ വരയ്ക്കും. അപ്പോൾ എക്സ് ആക്സിസിൽ ഈ ആംഗിളും വൈ ആക്സിൽ ഏതാ ലിഫ്റ്റ് ഓഫ് ദി ഫോളോവർ. ഓക്കെ, അപ്പോൾ ഇത്ര ഈ 1 2 3 4 5 ഇത്രയും ഐറ്റമാണ് നമുക്ക്, 5 ഐറ്റമാണ് നമുക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ആവശ്യമായിട്ട് വരുന്നത്. ബാക്കി ഈ 6ാമത്തെ ഐറ്റം, അതായത് മിനിമം റേഡിയസ് ഓഫ് ദി ക്യാം എന്ന് പറയുന്നത് നമുക്ക് പ്രൊഫൈൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നത്. അപ്പം ഈ 5 ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇനിഷ്യലി നമ്മളൊരു സ്കെയിൽ വാല്യൂ എടുക്കും. ടേക്ക് എ സൂട്ടബിൾ സ്കെയിൽ. ഇവിടെ സ്കെയിൽ വാല്യൂ എടുക്കുന്നതെന്ന് വെച്ചാൽ 1 cm = 20 degree എന്നുള്ള ഇത് വെച്ചിട്ടാണ്. അപ്പോൾ 1 cm 20 degree ആണെങ്കിൽ ഔട്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത് 120 degree ആണ്. അപ്പോൾ ഔട്ട് സ്ട്രോക്കിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 120 / 20 6 cm എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഡ്വൽ പീരീഡ് എന്ന് പറയുന്നത്, അതായത് റെസ്റ്റിംഗ് പീരീഡ് ഫോളോവറിൻ്റെ, അത് 60 / 20, അപ്പോൾ 3 cm. റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയുന്നത് 120 / 20 6 cm. അത് രണ്ടും സെയിം ആണ്. അതാ ഔട്ട്വേർഡ് സ്ട്രോക്കും റിട്ടേൺ സ്ട്രോക്കും സെയിം ഡിഗ്രിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ക്യാമിൻ്റെ ഒരു റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഫുൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഫൈൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം ഈ 360 മൈനസ് ഇത് ഈ ബാക്കി, അത് 120 + 120 240 + 60 300. അപ്പം 360 മൈനസ് 300 എന്ന് പറയുമ്പോൾ ബാക്കി 60. ഈ 60 ഡിഗ്രി, അതായത് ഒരു ഫുൾ റൊട്ടേഷൻ ഈ 60 ഡിഗ്രിയും ബാക്കി എന്താണ് ഫോളോവർ റെസ്റ്റാണ്. പക്ഷേ ഇത് ഈ 60 ഡിഗ്രി നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് ആക്സിൽ വരയ്ക്കേണ്ട എത്ര? 120 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടുള്ള 6 cm, 60 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 cm, അടുത്ത 120 ഡിഗ്രി ആയിട്ടുള്ള റിട്ടേൺ സ്ട്രോക്കിൻ്റെ അതായത് 6 cm. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം 6 cm വരയ്ക്കണം. പിന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60. അടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60
അടുത്ത് 30 ആണ്. അപ്പോൾ ഇത് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് A to B ആയിട്ട് ഇതിൽ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഔട്ട് സ്ട്രോക്ക് ആണ്. പിന്നെ അടുത്ത ഡ്വെൽ പീരീഡ് അത് കഴിഞ്ഞിട്ട് അത് 30 മില്ലിമീറ്റർ ആണ്. 30 അത് കഴിഞ്ഞിട്ട് വീണ്ടും റിട്ടേൺ സ്ട്രോക്കാണ്. ആ റിട്ടേൺ സ്ട്രോക്കും 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി റെപ്രസെൻ്റ് ചെയ്യുന്നത് 60 മില്ലിമീറ്റർ ലെങ്തിലാണ്. അപ്പോൾ എക്സ് ആക്സിലുള്ള ഡീറ്റെയിൽസ് ആയി 60, 30, 60. ഓക്കെ, അടുത്തിന് Y ആക്സിൽ അങ്ങനെ എന്താ വരയ്ക്കേണ്ടത്? Y ആക്സിൽ ലിഫ്റ്റ് ഓഫ് ദി സ്ട്രോക്ക് ഓർ ലിഫ്റ്റ് ഓഫ് ദി ഫോളോവർ ആണ് Y ആക്സിൽ വരയ്ക്കേണ്ടത്. അത് എത്ര? 60 mm. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ലൈൻ വെർട്ടിക്കലി 60 mm വരയ്ക്കും. 60 വെർട്ടിക്കലായിരിക്കും. ഇവിടെ നിന്നും വെർട്ടിക്കൽ. അതിൻ്റെ ഡിസ്റ്റൻസും 60 ആണ്. അതും വെർട്ടിക്കലാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ റിട്ടേൺ സ്ട്രോക്കും ഇപ്പോൾ ഔട്ട് സ്ട്രോക്കും ഈ റിട്ടേൺ സ്ട്രോക്കും നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നുവെച്ചാൽ നമുക്ക് ഈ ഇതെന്ന് പറയുന്നത് ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ഓരോ പർട്ടിക്കുലർ ആംഗിളിലും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോളോവർ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതിന് മുമ്പ് അപ്പോൾ എന്നിട്ട് ഇവിടെ നിന്ന് വെർട്ടിക്കൽസ് വരയ്ക്കണം, ഇവിടെ നിന്ന് വെർട്ടിക്കൽസ് വരയ്ക്കണം. ഇവിടെ നിന്ന് വെർട്ടിക്കൽ. ഇനി ഇത് ഈ ഔട്ട്സ്പേഡ് സ്ട്രോക്കിനെയും ഈ റിട്ടേൺ സ്ട്രോക്കിനെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഞാനിവിടെ ഇതിന് 6 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ 60 mm ആണ്. 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 mm ഗ്യാപ്പിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇതിന് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഇതിൽ മിഡ് പോയിന്റ് ഈ സെക്ഷനിൽ നമുക്ക് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 3, ഇവിടെ 3. ഇവിടെ 2 പോയിന്റ്. ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? 10 ആയി. ഓക്കെ, അടുത്തപോലെ ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് 10. ഇത് ഓട്ടോമാറ്റിക് 10 ആയിക്കോളും. ഇതിൻ്റെ മിഡ് പോയിന്റ് ആയിട്ട്. അടുത്ത് ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 10. ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 10.
ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 10. ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 10. ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 10. ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 10. ഇവിടെ കിലട്ടെ. എന്നിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ 0 കൊടുക്കും. അത് സ്റ്റാർട്ടിങ്. ഇവിടെ 0 കൊടുത്തിട്ട് ഇവിടെ 1 അങ്ങനെ മാർക്ക് ചെയ്യണം. 0 1 2 3 4 5 6. ഇത് ഫോർവേഡായി. ഫോർവേഡ് സ്ട്രോക്ക് കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഇത്രയും പീരീഡ്, അതായത് 12 എന്ന് പറഞ്ഞാൽ 12 പീരീഡാണ്. ഇവിടെ ഫോളോ റെസ്റ്റാണ് അവിടെ. അപ്പം എന്നിട്ട് ഇവിടെ നമ്മൾ 6 ഡാഷ് എന്ന് കൊടുക്കും. ഈ പോയിന്റ് 6 ഡാഷ്, ഇവിടെ 5 ഡാഷ്, 4 ഡാഷ്, 3 ഡാഷ്, 2 ഡാഷ്, 1 ഡാഷ്, ഫൈനലി 0 ബേസ് സർക്കിൾ വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്പറിങ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പം ഇവിടെ AK അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ കിടക്കുന്നുണ്ടാണ്. ആക്ച്വലി നമ്പർ ചെയ്യേണ്ട 0 1 2 3 4 5 6 അടുത്ത് 6 ഡാഷ് 5 ഡാഷ് 4 ഡാഷ് 3 ഡാഷ് എന്നുള്ള രീതിയിലാണ് നമ്പറിങ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നിന്നും എല്ലാം വെർട്ടിക്കൽസ് ആണ്. അല്ലെ M എന്ന് പറയും. വെർട്ടിക്കൽ ഈ പോയിന്റ് വെർട്ടിക്കൽ അപ്പം കംപ്ലീറ്റ് ഈ സൈഡ്. ഇനി നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനാണ് വരയ്ക്കേണ്ടത്. നമ്മൾ ബാക്കിയുള്ള പ്രോബ്ലത്തിലെല്ലാം ഈ സൈഡ് നമ്മൾ എത്രയായിട്ടോ ഡിവൈഡ് ചെയ്താൽ ഇവിടെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുമെങ്കിൽ അതിൻ്റെ ലിഫ്റ്റ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈ 60 mm എന്ന് പറഞ്ഞാൽ അതും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ എത്ര ഡിവൈഡ് ചെയ്യണം അത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. അതിനൊരു സർക്കിൾ വരച്ചതിന് ശേഷം മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. എന്തുകൊണ്ടാണ് സർക്കിളായിട്ട് വരയ്ക്കുന്നത് എന്നുള്ളത് പറയാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഈ ലൈൻ്റെ മിഡ് പോയിന്റ് അത് വഴി ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കണം. ഈ മിഡ് പോയിന്റും കടന്നുവന്ന രീതിയിൽ സെൻറ്റർ ലൈൻ വരച്ചു.
വന്നിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം. ഇത് വരച്ചതിന് ഇത്രയും വരച്ചതിന് കുറച്ച് മാറിയിട്ട് ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഏതാ, ഡയമീറ്റർ 60 mm തന്നെ ആയിരിക്കും. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 30. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് അതിൽ കൊടുക്കുമ്പോൾ 30. അപ്പോൾ ഈ സർക്കിളിനെ നമ്മൾ ഇവിടെ 6ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്, ഇവിടെ 12ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ സർക്കിളിനെ ഇവിടെ 6ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ചില ടെക്സ്റ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഏതാ സെമി സർക്കിൾ വരച്ചിട്ട് 6ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതിനെക്കാട്ടും കുറച്ചുകൂടെ മനസ്സിലാക്കി എളുപ്പത്തിൻ്റെ രീതിയിലാണ് ഞാൻ ഇതിനെ ഫുൾ സർക്കിളായിട്ട് വരച്ചത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ സർക്കിളിനെ 12ആയിട്ട് ഡിവൈഡ് ചെയ്യും. വെർട്ടിക്കൽ ലൈൻ, ഇതിനെ 12ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ഡിവിഷനും 30 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 90 ഡിഗ്രിയാണ്, അപ്പം 30 എന്നുള്ള രീതി. 30 ഡിഗ്രി 30 ഡിഗ്രി ഇൻക്ലിനേഷൻ വെച്ചിട്ടാണ് ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ സർക്കിളിനെ 12ആയിട്ട് ഡിവൈഡ് ചെയ്യും. എല്ലാം 30 ഡിഗ്രി. ഓക്കെ, ഇവിടെയും 12ആയിട്ട് ഡിവൈഡ് ചെയ്യും. 12ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെയും നമ്പറിങ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ നിന്നാണ് നമ്മൾ എത്ര 0, 1, 2, 3, 4, 5, 6 എന്ന് പറയുന്നത്. ഇവിടെ 6' അങ്ങനെ പോകും. അതേപോലെ ഇവിടെയും സ്റ്റാർട്ടിങ് ബേസ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ് 0. എന്നിട്ട് ഇവിടെ ക്ലോക്ക് വൈസ് ആണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ക്യാം റൊട്ടേറ്റ് ചെയ്യണം, നമ്മൾ ഇത് പ്രോബ്ലത്തിൽ അസ്യൂം ചെയ്യണമെന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ. അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുന്നത്. 0 ബി എന്ന് പറയുന്നതല്ല, 1, 2, 3, 4, 5, 6. 6ൻ്റെ അവിടെ നോക്കിക്കോളെ, 6 കഴിഞ്ഞിട്ട് അവിടെ ഫോളോവർ റെസ്റ്റാണ്. അത് കഴിഞ്ഞ് 6 to 6' എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ 6 6' എന്ന് പറയുന്നത് ഫോളോവർ ഇവിടെ തന്നെ. അതുകൊണ്ട് ഇവിടെ 6' തന്നെ. അടുത്ത വീണ്ടും ഇവിടെ 5', 4', 3', 2', 1'. ഇതിവിടെ നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ മാത്രം സർക്കിൾ എടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നോക്കി ഇതിൽ ഏതെങ്കിലും ഒരു റേഡിയൽ ലൈൻ നോക്കിയാൽ, ഏതെങ്കിലും ഇത് 0 to 4' എന്നുള്ള റേഡിയൽ ലൈൻ നോക്കുക.
ആ റേഡിയൽ ലൈനിൻ്റെ ഈ വെർട്ടിക്കൽ ആക്സിസിലുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന ലെന്താണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഈ ലെന്താണ് പ്രൊജക്ഷൻ ലെന്ത്. അപ്പം ഈ 4' എന്നുള്ള പോയിന്റ് ഈ സർക്കിളിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ പ്രൊജക്ഷൻ ലെന്ത് എന്ന് പറയുന്നത്, പ്രൊജക്ഷൻ ലെന്തും ഏതാണ് ഈ 4' എന്നുള്ള 5' എത്തുമ്പോൾ ടോട്ടൽ പ്രൊജക്ഷൻ ലെന്ത് ഇത്രയാവും. അടുത്ത് 6' എത്തുമ്പോൾ മാക്സിമം ആവും. അടുത്ത് വീണ്ടും 5-ലെത്തുമ്പം വീണ്ടും കുറയും. അപ്പം ഇത് യൂണിഫോം വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ സർക്കിളിൻ്റെ പെരിഫറലിലൊരു പോയിന്റ് യൂണിഫോം സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ വെർട്ടിക്കൽ ആക്സോ ഹൊറിസോണ്ടൽ ആക്സോ ആവും. ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ആക്സിസ് ആണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിലുള്ള ഇതിൻ്റെ പ്രൊജക്ഷൻ എന്ത് ട്രാവൽ ചെയ്യണത് സിമ്പിൾ ആർമർ മോഷൻ ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സർക്കിൾ വരച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യാം, സിമ്പിൾ ആർമർ മോഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നെല്ലാം ഹൊറിസോണ്ടൽ ഇതെല്ലാം അയച്ചുകളെ. ഈ ലൈനും കൂടെ ചേർത്തിട്ട് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് കിട്ടാൻ ഇവിടെ നിന്ന് ഈ പോയിന്റ് സെൻട്രൽ ലൈനിൻ്റെ ഉണ്ട്. ഈ പോയിന്റ് ചെയ്ത് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് വെച്ചാൽ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ വരും. ഈ പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് 0 എന്നാണ്. 0, 1, 2, 3, 4, 5, 6 അടുത്ത് 5', 4', 3', 2', 1'. ഇവിടെ അതുപോലെയാണ് 0, 1, 2, 3, 4, 5, 6, 6', 5', 4', 3', 2', 0, 1', 0. ഇനി ഈ വെർട്ടിക്കൽ ഹൈറ്റ് നമ്മളിവിടെ നിന്ന് മെഷർ ചെയ്യണം. അതായത് 0 എന്ന് 1-ലെത്തുമ്പോൾ ക്യാം റൊട്ടേറ്റ് ചെയ്തത് 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പൊസിഷനിലെത്തുമ്പോൾ ഫോളോവറിൻ്റെ മൂവ്മെൻറ്റ് ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പം ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എഴുതും. ഈ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റും ആദ്യം സ്റ്റാർട്ടിങ് 0 എന്നാണ്, അടുത്ത് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റും കൂടെ നോട്ട് ചെയ്യണം. BD എന്ന് പറഞ്ഞ ഇതിൽ കാണിക്കുന്ന പോയിന്റ് അത് BD എന്നല്ല മാർക്ക് ചെയ്യേണ്ട, അവിടെ A എന്നുള്ള പോയിന്റാണ് കൊടുക്കുന്നത്. 1 to A, സ്മാൾ A കൊടുക്കും. അടുത്ത് 2 എന്ന് വരുന്ന ലൈനും ഇവിടെ നിന്ന് 2 എന്നുള്ള വെർട്ടിക്കൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇതിൽ B ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ആക്ച്വലി B അല്ല, ഇതിൽ സ്മാൾ B എന്ന്. അടുത്ത് 3 എന്ന് വരുന്ന ലൈനും ഇവിടെ നിന്ന് 3 എന്ന് വരുന്ന ലൈൻ ഏതാണ്? ഈ ലൈൻ. അടുത്ത് T എന്നുള്ള വെർട്ടിക്കൽ ഏതാണ്? വെർട്ടിക്കൽ. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ. അടുത്ത് 4 എന്ന് വരുന്ന ലൈനും ഇവിടെ നിന്ന് 4 എന്നുള്ള വെർട്ടിക്കൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. അടുത്ത് 5 എന്ന് വരുന്ന ലൈനും ഇവിടെ നിന്ന് 5 എന്നുള്ള വെർട്ടിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. അടുത്ത് H പോയിന്റ് തന്നെയാണ്, ഈ ഡാഷ് തന്നെയാണ്. അടുത്ത് ഏതാണ്? അടുത്ത് 5' എന്ന് വരുന്ന ലൈൻ, ഇതാണ് 5' എന്ന് വരുന്ന ലൈൻ. അടുത്ത് ഇവിടെ നിന്ന് 5' എന്നുള്ള വെർട്ടിക്കൽ, അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. അടുത്ത് 4' എന്നുള്ള ലൈൻ, ഇവിടെ നിന്ന് 4' എന്നുള്ള വെർട്ടിക്കൽ, അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. അടുത്ത് 3' എന്നുള്ള ലൈന്, അടുത്ത് ഇവിടെ നിന്ന് 3' എന്നുള്ള വെർട്ടിക്കൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. അടുത്ത് 2' എന്നുള്ള ലൈന്,
ഇവിടെ നിന്ന് 2' എന്നുള്ള വെർട്ടിക്കൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, അത് 1' എന്നുള്ള ലൈന് ഇവിടെ നിന്ന് 1' എന്നുള്ള ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, ഫൈനലി 0 ആവും. അപ്പോൾ ഇതിന് പേര് കൊടുക്കുന്നത് ഇത് എ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഈ പോയിന്റ് എ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. എ, ഇത് സ്മാൾ ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ, ഇത് സ്മാൾ എഫ്, ഇവിടെ ഡാഷ് വരും, എഫ് ഡാഷ്, ഇവിടെ ഇ. ഈ ഹൈറ്റ് എന്ന് വെച്ചാൽ ഈ 5 to ഇയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. 5' to ഇവിടുത്തെ ഇ ഡാഷ്, ഇത് ഇ ഡാഷ്, ഡി ഡാഷ്, സി ഡാഷ്, ബി ഡാഷ്, അടുത്ത് എ ഡാഷ്. ഇനി ഈ പോയിന്റ്സ് എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ലൈൻ വരയ്ക്കും. ഈ പോയിന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ലൈൻ, അതായിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് മെഷർ ചെയ്തെടുക്കേണ്ട വാല്യൂസ് ആണ്. അതായത് നമുക്ക് പ്രൊഫൈൽ വരയ്ക്കാൻ വേണ്ടി മെഷർ ചെയ്യേണ്ട വാല്യൂസ് ഇത്രയാണ്. അതായത് 1 to a എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മെഷർ ചെയ്തെടുക്കണം, സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കണം. നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരച്ചിട്ട് 1 to a മെഷർ ചെയ്യണം, 2 to b മെഷർ ചെയ്യണം, 3 to c, അതേപോലെ ഇങ്ങനെ എല്ലാ വെർട്ടിക്കൽ ഹൈറ്റും ഇതാ നമ്മൾ മെഷർ ചെയ്തെടുക്കും. എന്നിട്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർത്ത് വരയ്ക്കുന്ന എല്ലാം കൂടെ ചേർത്ത് സ്മൂത്ത് കർവ്, ഫ്രഞ്ച് കർവ്സ് വെച്ച് സ്മൂത്ത് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഈ കർവാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. അപ്പോൾ എന്നിട്ട് ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കണം, സ്കെയിൽ വെച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ വാല്യൂസ് വെച്ചിട്ടാണ് നമുക്ക് അടുത്ത് പ്രൊഫൈൽ വരയ്ക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പ്രൊഫൈൽ വരയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കാം.